നടൻ മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം സൂക്ഷിച്ചത് നിയമവിധേയമാക്കിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. മോഹൻലാലിന് ആനക്കൊമ്പിന്റെ നിയമപരമായ ഉടമസ്ഥത നൽകിയ സർക്കാർ നടപടികളിൽ വീഴ്ചയുണ്ടായി എന്ന് കോടതി നിരീക്ഷിച്ചു. ഉടമസ്ഥത നിയമപരമാക്കി സർക്കാർ ഇറക്കിയ ഉത്തരവുകൾ നിയമപരമല്ലെന്ന് വ്യക്തമാക്കിയ കോടതി അവ അസാധുവാക്കുകയായിരുന്നു. ഇതോടൊപ്പം ഉടമസ്ഥത സർട്ടിഫിക്കറ്റുകളും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. 2011 ഓഗസ്റ്റിലാണ് മോഹൻലാലിന്റെ എറണാകുളം തേവരയിലുള്ള വീട്ടിൽ നിന്ന് ആദായ നികുതി വകുപ്പ് 4 ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. ഈ കേസ് പിന്നീട് വനം വകുപ്പിന് കൈമാറുകയായിരുന്നു. മോഹൻലാലിന് ഉടമസ്ഥത സർട്ടിഫിക്കറ്റ് അനുവദിച്ച രീതി ശരിയല്ലെന്ന ഹർജിക്കാരുടെ വാദം ഈ ഘട്ടത്തിൽ വിശദമായി പരിഗണിക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു. വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുന്നതിനോ കൈകാര്യം ചെയ്യുന്നതിനോ ലൈസൻസ് നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന 1972 വന്യജീവി സംരക്ഷണ നിയമം 44 വകുപ്പ് അനുസരിച്ച് വ്യക്തികൾക്ക് അനുമതി നൽകുന്നതിന് പുതിയ വിജ്ഞാപനം ഇറക്കാൻ സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ടാകുമെന്നും കോടതി പറഞ്ഞു. ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം ഹൈക്കോടതി റദ്ദാക്കിയതിനാൽ തന്നെ അത് മോഹൻലാലിന്റെ കൈവശം ഇരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഇത് വനംവകുപ്പിന് കണ്ടുകെട്ടേണ്ടി വരും. അതിനുശേഷം മോഹൻലാൽ വനംവകുപ്പിന് മുന്നിൽ പുതിയ അപേക്ഷ നൽകുകയും ഇക്കാര്യത്തിൽ സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കുകയും ചെയ്യാം. അതേസമയം കേസിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്ന് മോഹൻലാലിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർ പറഞ്ഞു. ഉടമസ്ഥത നൽകിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോൾ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചില്ല എന്ന നടപടിക്രമം ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി. ഈ നടപടിക്രമം പാലിച്ചുകൊണ്ട് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.